ദുബായ് ഫാഷൻ ഷോ, ദുബായ് മോഡലിംഗ് ഷോ, ദുബായ് റാമ്പ് വാക്ക്, ദുബായിലേക്ക് മോഡൽസിന് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് കൊച്ചിയിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പെൺകുട്ടികളെ ദുബായിലേക്ക് എത്തിച്ച് നടക്കുന്ന വൻ സെക്സ് റാക്കറ്റിലെ അല്ലെങ്കിൽ വൻ മനുഷ്യക്കടത്തിലെ കണ്ണികളായിട്ടുള്ള 3 ലേഡീസിനെയാണ് നമ്മുടെ കേരള പോലീസ് കഴിഞ്ഞ 2 ദിവസങ്ങളായി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ അലീന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തിരിക്കുകയും ബാക്കിയുള്ള ഇതിൻ്റെ ഹെഡെന്ന് സംശയിക്കുന്ന സിന്ധു എന്ന് പറയുന്ന ലേഡിയെ മുംബൈയിൽ വെച്ച് ദുബൈയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ മുംബൈയിലേക്ക് എയർപോർട്ട് മാർഗം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അവരെയും അറസ്റ്റ് ചെയ്ത വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. അതിന് പുറമെ വേറൊരു ലേഡിയും കൂടിയുണ്ട്, മഞ്ജിമ. ഇവർ 3 പേരാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള റിക്രൂട്ടിംഗ് പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാപന നടത്തിപ്പിൻ്റെ മെയിൻ ആൾക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവർ 3 പേരെയും പിടിച്ചാൽ മാത്രം മതിയോ? ഈ ഒരു സംഭവത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചത്, ഇതിലെ ഫണ്ടിങ്ങിൻ്റെ മേഖലയിലായാലും ഇതിൻ്റെ വിസ പ്രോസസ്സിങ്ങിലായാലും ഇവിടുന്ന് ഇവരെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായാലും അവരുടെ താമസമായാലും അവർക്ക് വേണ്ട ഇതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇവർ 3 പേരും മാത്രമാണോ ചെയ്തിട്ടുള്ളത്? നെവർ, ഒരിക്കലുമല്ല. ഇതിൽ ഒരുപാട് കണ്ണികളുണ്ട്. ഇതിൻ്റെ അന്വേഷണം കേരള പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള വമ്പൻ സ്രാവുകൾ പലരും മൂക്കും കുത്തി പോവും, ഉറപ്പാണ്. കൊച്ചിയിലുള്ള പല ഗുണ്ടാ തലവന്മാർക്കും പല പ്രമുഖരായ ഗുണ്ടകൾക്കും അവരുടെ ടീമുകൾക്കും ഈ പരിപാടിയുമായി ബന്ധമുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവർ ഡ്രഗ് ട്രാഫിക്കിംഗ്, MDMA, ബ്രൗൺ ഷുഗർ, കൊക്കൈൻ എന്നുള്ള മാരകമായ രാസലഹരികൾ ഈ പറയുന്ന റിക്രൂട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു റാക്കറ്റിലെ അറിയാതെ പെട്ടുപോയതും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കും 2 തരത്തിലുള്ള ആൾക്കാരുണ്ടാവും ഇതിൽ. ഒന്ന്, അറിയാതെ നിസ്സഹായരായിക്കൊണ്ട് ഈ ഒരു ഗ്യാങ്ങിൻ്റെ ട്രാപ്പിൽ പെട്ടുപോകുന്ന ആൾക്കാർ. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡേഞ്ചറസ്. അത് ഈ പറഞ്ഞ പോലത്തെ ഈ അലീന അതുപോലെ ടീമുകൾ ഇതിൽ അറിഞ്ഞുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവരാണ് ഇതിൽ കരിയേഴ്സായിട്ട്, പെഡ്ലേഴ്സായിട്ട്, ഡ്രഗ് ട്രാഫിക് ചെയ്യുന്ന ആൾക്കാരും ഡ്രഗ് ട്രാഫിക് ചെയ്യാൻ ഈ പാവങ്ങൾ അറിയാതെ അവരുടെ ലഗേജുകളിലേക്ക് ഈ പറയുന്ന MDMA ആയാലും കൊക്കൈൻ ആയാലും ബ്രൗൺ ഷുഗർ ആയാലും ഇവരെ ഉപയോഗിച്ച് ട്രാഫിക്കും കൂടി നടത്തിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 ലേഡീസിൻ്റെ അറസ്റ്റോട് കൂടി തീർന്നതല്ല. ഇത് ഇപ്പം പറയുന്ന പുതിയ ഗവൺമെൻറ് അത്രയും ശക്തമായി ഇതിൻ്റെ പിന്നിലേക്കുള്ള അന്വേഷണം പോകുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വമ്പൻ സ്രാവുകൾ തന്നെ ഇതിൽ കുടുങ്ങാനുള്ള എല്ലാ ചാൻസുമാണ് കാണപ്പെടുന്നത്. അതുപോലെ കൊച്ചിയിലുള്ള അണ്ടർവേൾഡിന് ഈ ഒരു കേസുമായി വളരെയധികം ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ദുബായിലുള്ള ഈ ഒരു സിന്ധു എന്ന് പറയുന്ന സ്ത്രീ നടത്തുന്ന സോകോൾഡ് മോഡലിംഗ് കൺസൾട്ടൻസി ആയിട്ടുള്ള മോഡലിംഗ് ഏജൻസി എന്ന് പറയപ്പെടുന്ന അതിൻ്റെ പിറകിൽ നടക്കുന്ന ഇത്തരത്തിൽ അനാശാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ സ്ത്രീയുടെ പിറകിൽ വമ്പൻ റാക്കറ്റ്, വമ്പൻ ഡ്രഗ് മാഫിയ, വമ്പൻ സ്മഗ്ലിംഗ് മാഫിയ, വമ്പൻ അധോലോകം ഇതിൻ്റെ പിറകിലുണ്ടെന്ന് ഉറപ്പാണ്. കൊച്ചിയിൽ ഇരുന്നു കൊണ്ട് ദുബായിലെ ഈ ഒരു റാക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന പ്രമുഖരായ ഗുണ്ടകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പോലീസ് ശരിക്കൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും അടപടലം പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന 3 ലേഡീസ്, അലീന ആയിക്കോട്ടെ, സിന്ധു ആയിക്കോട്ടെ, മഞ്ജിമ ആയിക്കോട്ടെ, ഇതിൽ മെയിൻ ഓണർഷിപ്പ് എന്ന് പറയുന്ന സിന്ധുവിൻ്റെ പേരിലാണ് ഈ പറയുന്ന സ്ഥാപനമുള്ളത്. ഏത് ഏജൻസിയിലാണോ ഫാഷൻ മോഡൽസിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അലീന പരസ്യമിട്ടത്, ആ ഏജൻസി നടത്തുന്ന ഓണറായിട്ടുള്ള സിന്ധു. ഇവരുടെ ദുബായിലുള്ള ഏറ്റവും വലിയ രസം, ഈ കേസൊന്നും നിലനിൽക്കില്ല എന്ന് പറയാൻ കാരണം ഇവർ ഈ കേരളത്തിലുള്ള പേരൊന്നല്ല, ഇവർ ഒറിജിനൽ പേര് അല്ലെങ്കിൽ ഇവരുടെ റെസിഡൻറ്റ് വിസയിലുള്ള പേര് ഇതൊന്നുമല്ല, വേറൊരു പേരാണ്. പല ഭാഗത്തുനിന്നും അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ഇവർ ദുബൈയിൽ ഇവരുടെ വർക്ക് വിസ അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ് വിസയിലുള്ളത് ഈ പറഞ്ഞ യാതൊരു പേരുമല്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് എത്ര നിലനിൽക്കുമെന്നുള്ളത് നമ്മൾ ഭാവിയിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചകളിൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ കേസിലെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ സിന്ധു എന്ന് പറയുന്ന ഈ ലേഡിയുടെ മകളുടെ ഭർത്താവ്, സൺ ഇൻ ലോ, അവനും ഇതിൽ
അതായത് ഈ ഫാഷൻ വീക്ക് അല്ലെങ്കിൽ ഫാഷൻ റാം വാക്കിംഗ് ഒക്കെ നടത്തുന്ന കോർഡിനേഷൻ കമ്മിറ്റി അല്ലെങ്കിൽ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ പുള്ളിക്കാരനാണ്. അപ്പോൾ അയാൾക്കും ഇതിൽ റോളുണ്ട്. അയാളെയും ഈ കേസിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇന്നലെ അറസ്റ്റായ അലീന, ഈ അലീന ഇതിൻ്റെ മുമ്പ് വൈത്തിലയിൽ ഉള്ള ഒരു ബാറിൽ ചെറിയൊരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ ബാഗിൽ നിന്ന് തോക്കെടുത്തിട്ട് ചൂണ്ടിയിട്ട് ആരെയൊക്കെ വെടിവെക്കുന്നെല്ലാം പറഞ്ഞിട്ട് ഒരു സീനാക്കിയ ഒരു പോലീസ് കേസുണ്ട്. അപ്പോൾ അന്ന് തന്നെ അലീനയെ പറ്റി പല ഭാഗത്തു നിന്നും സംസാരമുണ്ടായിരുന്നു. കൊച്ചിയിലെ പ്രമുഖനായ ഒരു ഗുണ്ടയുടെ കാമുകിയാണ് അലീന. അപ്പോൾ അലീന ഈ ഗുണ്ട ഗ്യാങ്ങുകൾ തമ്മിലുള്ള മീഡിയേഷൻ ടോക്കിനും ഈ ഗുണ്ടകൾ തമ്മിലുള്ള ഈ പറഞ്ഞ പോലത്തുള്ള ഡ്രഗ് ഡീലിനൊക്കെ അലീനയെ വളരെ സമർത്ഥമായ രീതിയിൽ ഉപയോഗിച്ചു പോരുന്നുണ്ടെന്ന് ഇതിന് മുന്നേ റിപ്പോർട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള വൈത്തിലയിലുള്ള ബാറിലുണ്ടായിരുന്ന ഒരു ചെറിയ ഒന്നും തള്ളുന്ന സംഭവത്തിൽ തോക്കൊക്കെ എടുത്തിട്ട് ഭയങ്കര സീനായിട്ടുള്ള ഒരു കേസും കൂടി അലീനയുടെ പേരിൽ അന്നുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ പ്രമുഖരായതുകൊണ്ടും വളരെ പിടിയുള്ളത് കൊണ്ടും ഒക്കെ തേച്ച് മാറ്റങ്ങ് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയൊരു സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്ന പോലത്തെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത്, അതായത് ഒരു ജോലി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കൊണ്ടുപോയി അവിടെ എത്തിച്ചിട്ട്